ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിനക്കൊരു വരം തന്നു, നിന്നെ ദൈവമാക്കി തീർത്തു. പോയി 10 പെണ്ണുങ്ങളെ കെട്ടിക്കോ, 100 കുട്ടികൾക്ക് ജന്മം കൊടുത്തോ. എന്നാൽ അമൃതയെ മാത്രം എനിക്ക് വിട്ടുതരണം. വരോ? നിന്റെ കാഴ്ചപ്പാടിൽ ഇത് വരവാണോ? എന്റെ ഭാര്യ വൃദ്ധയായാലും ഞാനിങ്ങനെ ഇരിക്കും. എന്റെ കുഞ്ഞെന്റെ കൺമുമ്പിൽ വെച്ച് മരിക്കും. ആ ദുഃഖങ്ങളൊക്കെ ഞാൻ സഹിക്കണം. എനിക്ക് അമൃതയെ കിട്ടിയേ തീരൂ. അവൾ നിനക്കിനി ഒരിക്കലും കിട്ടില്ല. ഏത് നേരത്തും പോലീസ് ഇവിടെ എത്തും. നീ കൊന്നതൊരു പോലീസുകാരനെയാ. ഞാനല്ലാതെ ഈ സ്ഥലത്തേക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ടോടാ? മോഡലായിട്ടാ വിചാരിച്ചത്. എന്നാൽ നീയും മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാടാ. നിന്നെ പോലത്തെ ആൾക്കാർക്ക് എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നീയും ഞാനും ഒന്ന് തന്നെയാടാ. രൂപത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും. ഏതോ നേടണം, എന്തൊക്കെയോ പിടിച്ചെടുക്കണമെന്ന് സ്നേഹിച്ചവരെല്ലാം നമ്മൾ മറന്നു. അമൃതയുടെ കാര്യത്തിൽ ഞാനും, എന്റെ കാര്യത്തിൽ നീയും. ഇതൊന്നും ശരിയല്ലടാ. പല്ലവി എന്നിൽ നിന്നും അകലുന്നവരെ ഞാനും അത് മനസ്സിലാക്കിയില്ല. തൽക്കാലം അമൃത നിന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ വീണ്ടും വരുന്നവരെ. ദ്രോണകൃപ. ഡി ആർ ആർ. അമ്മോ, നീ ഇതുവരെ ഡ്രസ് മാറ്റിയില്ലേ? ഒന്ന് വേഗം മാറ്റ്. ഡോണ്ട് ഡിസ്റ്റർബ്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? നീയോ എനിക്ക് നല്ലൊരു പേര് വെച്ചില്ല. ഞാൻ എന്റെ പേരൻസിനെങ്കിലും നല്ലൊരു പേര് വെച്ചോട്ടെ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? സുഖം. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമാണ് സാർ. ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ ഇരിക്കുക. അല്ലല്ല സാർ ഇരിക്കേ.
ഹായ് മോളു, തൊപ്പി കൊള്ളാലോ. ഉം. ഏയ്. അമ്മു നിങ്ങൾ സംസാരിക്കും, ഞാൻ ചായ കൊണ്ടുവരാം. ആ ശരി. കേ വിഷ്ണു സാറിന്റെ ഫാമിലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാറേ, പതുക്കെ റിക്കവർ ആവുന്നുണ്ട്. പറയൂ ഡാഡി. ആർ സഞ്ജീവെ, ആക്ച്വലി ഞാൻ എന്തിനാ വന്നതെന്ന് വെച്ചാ, അവന്റെ 55 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ, ആ ലാബ് ഇരുന്ന സ്ഥലം അർജുൻ മുനി എന്ന് പറഞ്ഞ ആളുടെ പേരിലായിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ചുള്ള യാതൊരു ഡീറ്റെയിൽസും ഇല്ല. യു യു പി പി നിന്റെ പാസ്റ്റ് എന്തെങ്കിലും ഓർമ്മ വന്നോ? ഇല്ല സർ. ഇനിയൊരു പക്ഷെ ഓർമ്മ തിരിച്ചു കിട്ടിയാലും എനിക്കതറിയണ്ട. എനിക്ക് ആവശ്യമുള്ള എല്ലാം എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. എ ഫിനിഷ്. വെരി വാ ഗുഡ്. ഡാഡി, രശ്മി താവാ. അങ്കിള് വന്നിരിക്കുകയല്ലേ മോളെ? വരൂ വരൂ ഡാഡി, സർ കം ഒരു 5 minutes. യാ ക്യാരി ഓൺ. കം ഫാസ്റ്റ് നിക്ക് മോളെ. പ്ലീസ് കം. എന്താ ചെയ്യുന്നേ കം മോളെ? ആ ഡാഡി. സൂക്ഷിച്ച. വലിക്കല്ലേ. നിക്ക് മോളെ നിക്ക്. എനിക്ക് യെല്ലോ കളർ ഡ്രസ് വേണം. ഓക്കെ ഓക്കെ അമ്മു. 300-ലധികം കൊലപാതകങ്ങൾ, കുറ്റവാളിയെ തിരിച്ചറിഞ്ഞ കേരള പോലീസ്. അനാഥ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട കൊലപാതകി. കൂൾ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലക്കി കുട്ടികളെ കടത്തുന്നതാണ് അവന്റെ രീതി. കൃപ. നരസിംഹപുര കാട്ടിലെ ബംഗ്ലാവിലാണ് അവന്റെ ഒളിത്താവളമെന്ന് കണ്ടറിഞ്ഞു. ദ്രോണ കൃപ മുനി. കൊലപാതകി ആരാണെന്ന് തിരിച്ചറിഞ്ഞതും ഉടൻ തന്നെ പോലീസ് സന്നാഹം അവന്റെ താവളത്തെ ലക്ഷ്യമിട്ട് പാഞ്ഞു. ബംഗ്ലാവിനെ ചുറ്റിവളഞ്ഞ പോലീസ് അവിടെ നിന്നും കുട്ടികളുടെ ഒരുപാട് അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. പക്ഷേ ആ കുറ്റവാളി നിനക്ക് യെല്ലോ കളർ അത്രയ്ക്ക് ഇഷ്ടാ? This is the biggest case in police history. എന്റെ ഗൈഡൻസിൽ യുവരാജ് has cracked this case. ഇതുവരെ more than 300 skeletons ആ സ്ഥലത്തുനിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. And we are continuing to investigate. ആളെ പിടിച്ചോ? അവൻ എന്തുകൊണ്ടാ ഇതൊക്കെ ചെയ്യുന്നേ? No, he escaped. But we will catch him soon. എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് we will continue to investigate. Due to the sensitivity of the case, I cannot reveal more information. No, that's it. No more questions.